ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കാർ എടുക്കണതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓടിക്കണതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഫ്രഷായിട്ട് കാറ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നേഹയ്ക്ക് ധൈര്യമില്ലേ? നേഹ അവർക്കാർക്കും ധൈര്യമില്ല, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ ഓടിക്കും എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ എനിക്ക് ഫുഡ് പോയ്സൺ ആയതുകൊണ്ട് കാറിൻ്റെ വീഡിയോ എടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല ഗായ്സ്, പറ്റിയില്ല. അപ്പോൾ ദേ അവിടെ കാറ് വെയിറ്റ് ചെയ്യുക, ആശി ഇപ്പുറത്തിരിക്കാന്ന് പറഞ്ഞു. നേഹയും അമ്മയും പിന്നെ ഭാർഗേൻ്റെയും സൈഡിൽ ബാക്കിലിരിക്കും. നമ്മൾ കാറിൻ്റെ ഉള്ളിൽ കയറി കൊല്ലാൻ കൊണ്ടുപോയല്ല. ഞാൻ പതുക്കെ ഓടിക്കുള്ളൂ, ഞാൻ ഐഡിയൽ ഡ്രൈവറായിട്ട് സ്പീഡിലൊക്കെ ഓടിക്കുള്ളൂ. നിങ്ങൾ എൻ്റെ റൈഡ് കാണണം. ഓക്കെ, കയറാൻ പോവാ. നിന്റെ മുടിയ വണ്ടിയിൽ കയറുന്നു. നീ കയറിക്കോ. ഓക്കെ, ഹാൻഡ് ബ്രേക്ക്. ഓക്കെ, എന്നിട്ട് താഴ്ത്ത വലിച്ചിട്ട് നേക്ക്. ഓക്കെ, സെറ്റ്. ഞാൻ ആക്സിലറേറ്റർ ബ്രേക്ക് എല്ലാം സെറ്റായി. നീ ഓടിക്കല്ലേ? വണ്ടിയുടെ ഇത് കളഞ്ഞിട്ടില്ല. ഞാൻ ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ അതിന്റെ. കുറച്ചുകൂടി എടുത്തോ, ഇപ്പോഴാണ് ഫ്ലൂവന്റ് ആയത്. ചെറുവഴി കഴിഞ്ഞല്ല. ഈ റൈറ്റ് ഓക്കെ ആണോ? ഇത്ര റൈറ്റ് എനിക്ക് റൈറ്റ് ഇറങ്ങി ഇപ്പുറത്തെ കാറിന് ഇടിക്കാൻ പോണ പോലെ ഓക്കെയാ. ഓപ്പോസിറ്റ് വണ്ടികൾ അങ്ങനെ ഉണ്ടായില്ല. ഇനി വണ്ടികൾ എവിടെ നിന്ന് വേണമെങ്കിൽ വരും, സൈഡിൽ നിന്നൊക്കെ വരും. അപ്പൊ മിറർ നോക്കി പഠിക്കാം, രണ്ട് മിറർ നോക്കി. അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് കൂടെ വണ്ടി പോവില്ലേ? ഈ സൈഡിൽ കൂടെ വണ്ടി പോകുന്ന വീട് അപ്പുറത്തെ വണ്ടിക്ക് ഗ്യാപ്പ് കൊടുക്കും. നമ്മുടെ അപ്പുറത്തെ സൈഡ് വന്ന് നമ്മള് കാരണം ഈ ലൈനിൽ നോക്കുമ്പോ ഈ സെന്ററിലെ ലൈനിൽ അത് നമുക്ക് കാണാൻ പറ്റണം. അത് നമുക്ക് കയറിയാണ് നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് എക്സ്ട്രാ റോഡ് കവർ ചെയ്തിട്ട് പോകണം. നമ്മള് വണ്ടി എടുക്കാൻ ചാൻസ് ഗ്യാപ്പോട് കയറും. നീ മനസ്സിലാവണ്ട, ഇത്തിരി കൂടുതലിരിക്കും. ആ ഇനി പോട്ടെ, ഇനി നേരെ മതി. അയാൾ വിളിക്കണല്ലോ. ഇയാളും കൂടെ അങ്ങോട്ട് വിളിക്കുന്നു. ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബ്രേക്ക് ഇത്തിരി പ്ലംബിങ് കുറവുണ്ട്. ഞാൻ സക്സസ്ഫുള്ളി ഓടിച്ചു, പക്ഷെ പാർക്ക് ചെയ്യാൻ ആശിക്ക് എടുത്തു. നമ്മൾ പാർക്ക് ചെയ്യാറായിട്ടില്ല, പ്രോ പാർക്കിംഗ്. ഞാൻ ഡെഡ്ലി നിശബ്ദതയായിരുന്നു കാറിൻ്റെ ഉള്ളിൽ. ഒരാളൊന്നും വേണ്ടിയിട്ട്
ഇരിക്കായിരുന്നു. ആഷിയുടെ ഷോക്കൊന്ന് മാറട്ടെ എന്നിട്ട് ഒന്ന് കൈ സ്ലോ ആക്കി കൊടുത്താൽ മതി. വളവ് കഴിയുമ്പോഴേ കൈ തന്നെ വിട്ടതിനെ സ്റ്റിയറിംഗ് താനെ വരും. ഞാൻ ഇങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മള് റെസ്റ്റോറൻറ്റിലേക്ക് പോണേ, പക്ഷെ ഞാൻ നോക്കിയിരിക്കും. കാരണം എനിക്ക് ഫുഡ് പോയ്സൺ ആണ്, ഞാൻ കഴിക്കാൻ പറ്റില്ല. ഞാൻ വല്ല ജ്യൂസോ കരിക്കോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ്. ഞാൻ എൻ്റെ വ്ളോഗറിനെ ഞാനൊന്ന് എടുക്കട്ടെ. ഇതാണ് എൻ്റെ വ്ളോഗർ നേഹമണി. ഇവർ രണ്ടുപേരും മാച്ചിങ് വന്നേക്കണ്. എങ്ങനെ ഉണ്ടായിരുന്നു കാറിലിരുന്നിട്ട് ഈ സാധനം? ജീവൻ പോയില്ല പേടിച്ചിട്ട്. അത് ചത്തുപോയ നിശബ്ദയോടെ എല്ലാവരുടെ മുഖത്തും ഒരു പേടിയുടെ ഒരു ഭാവമായിരിക്കും ചാവുമ്പോ. എല്ലാവരും കൂടി ഇവിടെ ഉണ്ട്, ഓൾറെഡി ആൾക്കാരുണ്ട്. ഉള്ളിൽ ഞാൻ വ്ളോഗ് ചെയ്ത് വെറുപ്പിക്കുന്നില്ല. ജിഷമേമയുടെ അടുത്തേക്ക് നമുക്ക് പോവാട്ടാ. ജിഷമേമ എവിടെ? എൻ്റെ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമന്റ് ബിലോ. ഓക്കെ, ഞാൻ എല്ലാ കമന്റ്സും വായിക്കും. ജിഷമേമയോ? ആ വന്നു നമ്മുടെ ആൾക്കാരവിടെ ഉണ്ട്. ഞാൻ ഓടിച്ചു വണ്ടി. ഞാന് ഡ്രൈവ് ചെയ്യണം, എന്റെ വീഡിയോ എടുത്തായിരുന്നു ഫസ്റ്റ് ഡ്രൈവ്. ഇതെന്തൊരു സാധനം? മഷ്റൂം. ഇതിലിപ്പോ ഒന്നുമില്ലല്ലോ, പ്ലേറ്റ് മാത്രമുള്ളല്ലോ. ചോറ്. അതെന്താ പച്ചക്കളർ? വെജ് കറി. എനിക്കത് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ ഞാൻ കഴിക്കാനില്ല, റിസ്കാ. 2-3 ദിവസം ചോറും കഞ്ഞിയും മാത്രം, കഞ്ഞിയും പയറും മാത്രം കഴിച്ചാൽ മതി എന്നാ പറഞ്ഞേക്കണേ. എവിടെ പപ്പടല്ലേ ഇത്? ഓ, ഇതെന്ത് സാധനം? ഫിഷ് കറി മീൽസ്. ബ്യൂട്ടിഫുൾ. നേഹ അതെങ്ങനെയുണ്ട് നേഹ? ഓ, ഒരു മൽപ്പിടുത്തം നടക്കണ്ടല്ലോ ഇവിടെ. അപ്പൊ എനിക്കത് തോന്നല്ല, നീ തിന്നണ ബുദ്ധിമുട്ടോ? എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രം. ചോപ്സി എവിടെ? ചോപ്സി. ആയി, ഇത് രണ്ടും സെയിം അല്ലല്ലോ, വ്യത്യാസം. ഇന്തോനേഷ്യൻ റൈസ്. ഓക്കെ, അടിപൊളി. ഈ കറി ഭയങ്കര ടേസ്റ്റാട്ടാ. ഞാൻ ലേശം ചോറിട്ട് ഇത് കഴിച്ചായിരുന്നു. എനിക്ക് ആകെ കാടെ കഴിക്കാൻ പറ്റുന്ന സാധനമായതുകൊണ്ട് ഞാൻ കഴിച്ചു. മായ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ്, അടിപൊളിയെന്ന് പറഞ്ഞു. ഇത് മീൻകറി ചോറാണോ? ആയി, അടിപൊളി. അടുത്ത ഐറ്റമാണോ? മീൽസ്, ഫിഷ് കറി മീൽസ്.
ഇത് എൻ്റെ ഒരു കയ്യിലാണ് ബാലൻസ് ആയി നിൽക്കുന്നത്. അതാണ് ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഷേക്ക് കാണാൻ പറ്റുമായിരിക്കും. ഞാൻ കട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ തിന്നട്ടെ. കഴിച്ചു നോക്കിയേ, കഴിക്ക്. ആ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പർ, അടിപൊളി അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അതോക്കെ നോർമൽ. ഇത് ബ്രൗണി, ഇത് ഫ്രൂട്ട് സലാഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഈ പച്ചക്കളറിന്റെ ഡിഷാണ്. ഈ ഡിഷിന്റെ പേരെന്തിട്ടായിരുന്നു? ഇത് തായ് പ്രോൺ കറി വിത്ത് റൈസ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാട്ടോ. സൂപ്പറാ. ഇതെന്ത് സാധനം? റെഡ് വെൽവെറ്റ്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ആ കഴിക്കും. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ. അവിടെ അറ്റത്ത് എന്തു വെയിലല്ലേ. റൗണ്ട് റെസ്റ്റോറന്റ് അടിപൊളി സ്ഥലം കേട്ടോ. നല്ല ഫുഡ് എന്ന് പറയാൻ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, പക്ഷെ ഇവര് പറഞ്ഞതാണ് നല്ല ഫുഡ്. ബാർഗാൻഡി പറയട്ടെ. ബാർഗാൻഡി എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? വീട്ടിലത്തെ ഫുഡാണ് ഇഷ്ടമായ? അവിടെ വീട്ടിലത്തെ ഫുഡാണ് ഇഷ്ടമായ. മറ്റേ ഐസ്ക്രീമോ? ഐസ്ക്രീം കൊള്ളാം. ഐസ്ക്രീം ഇഷ്ടായി. നമ്മുടെ കാറ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആരാ കാർ എടുക്കണ്? കേറിക്ക, ഞാൻ തന്നെ ആദ്യം കയറാം. ചൂടായ വണ്ടി. അയ്യോ പുഴുങ്ങിയെടുക്കാം. അയ്യോ ഇതാരുടെ ഒരു കുഞ്ഞു ഷൂസ് സീറ്റിന്റെ അടിയിൽ തന്നെ. ഇനി എല്ലാവർക്കും ധൈര്യമായിട്ട് ശ്വാസം വിടാം. ആശയാണ് ഓടിക്കണം. നേഹ, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ ഒരു സാധനം മറന്നടി. കൂളിംഗ് ഗ്ലാസ് വെച്ച് വണ്ടി ഓടിക്കാൻ സ്റ്റൈലായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വണ്ടി ഓടിക്കാൻ പേടി കൊണ്ട് മറന്നുപോയി. അയ്യോ കാർ വെയിലത്തിട്ട് അങ്ങനെ ഇരിക്കും. അപ്പൊ ഓക്കെ, നമ്മൾ ഇനി എങ്ങോട്ടാ നെക്സ്റ്റ്? ലാലൂർ. റൈറ്റ് ഇവിടെ തിരിയാൻ പറ്റില്ല. മേടെ വീട്ടിൽ
നിങ്ങക്ക് ഫുഡ് ഇഷ്ടമായോ ഇവിടുത്തെ? എനിക്കിഷ്ടമായി നല്ല ഫുഡ്. റൗണ്ട് റെസ്റ്റോറൻറ്റ്, തൃശ്ശൂർ, ഓപ്പോസിറ്റ് ദയ ഹോസ്പിറ്റൽ. പ്രമോഷൻ ഒന്നല്ല. ഓക്കെ, അപ്പൊ ഇനി ലാലൂര് അതാ അതിനെ ഹോട് പറയണം. കൂടെ മുഖം നോക്കട്ടെ. അയ്യോ, that was a beautiful jerk. അത് പാപ്പന്റെ അല്ല മാമന്റെ ഫ്രണ്ടിന്റെ വണ്ടി. എന്നിട്ട് യെസ്, അങ്ങനെ എത്തി. കാറ് കാറ് വ്ളോഗറാ വ്ളോഗർ. കൂടെ കൂടെ പിന്നെ എന്റെ ജീവിതം ആന ചവിട്ടി ആനപ്പിണ്ട പോലെ എങ്ങനെയുണ്ടാ ചാച്ചാ? അടിപൊളിയായി. യെസ്, താങ്ക്സ്. എന്നിട്ട് എന്താ എന്താ താങ്ക്സ് പറയണ്ടെന്നാ? ഓ, നന്നായി പഠിച്ചിട്ട് ഞാൻ കൊണ്ടുപോവാട്ടാ. നമുക്ക് റൈഡ് പോവാ. ബ്ലോഗ് ഒന്നും കാണാനില്ലല്ലോ കുട്ടി. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, വ്ളോഗ് രക്ഷിക്കണേ. ശരി, ടാറ്റാ. മേമയ്ക്ക് പങ്കെടുക്കണോ?